പ്രിയമുള്ളവരെ, വി ഡി സതീശൻ അനാവരണ പരമ്പരയുടെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ITV ന്യൂസ് ആരംഭിച്ച മിഷൻ 60യുടെ 43ാം ദിനമാണിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് നീതി തേടിയുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണ പരിപാടിയാണിത്. അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നതുവരെ മിഷൻ 60യുടെ ഈ ക്യാമ്പയിൻ തുടരുക തന്നെ ചെയ്യും. ഈ 60 ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇതിന് കാരണക്കാരനായ വി ഡി സതീശനെ മണ്ഡലത്തിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ 210 ആരംഭിക്കുകയും ചെയ്യും. മിഷൻ 60യുടെ 43ാം ദിനമായ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇത് ടീം UDFO, ടീം KKച്ചനോ? രാജേന്ദ്ര പ്രസാദ് ജി, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് എന്താണ് പറയുവാൻ സാധിക്കുന്നത്? ഇതൊരു ടീം UDF ആണോ, അതോ ഒരു ടീം KKച്ചനാണോ ഇദ്ദേഹം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്? ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പാരമ്പര്യമുണ്ട് കോൺഗ്രസ്സിന്. ഇത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഭരണ സംവിധാനം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അത് തന്നെ കേരളത്തിലും നല്ല രീതിയിൽ ഏറ്റവും ശക്തമായി കോൺഗ്രസിൻ്റെ മാതൃകാപരമായ പ്രവർത്തനം KPCC കാഴ്ചവെച്ചിരിക്കുന്നത് കേരളത്തിലാണ്. അത് തകർക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനം കോൺഗ്രസിന് ഒരു പുതിയ കൾച്ചറാണ് തരുന്നത്. ആ പുതിയ കൾച്ചറിന് രൂപം നൽകാനായിട്ടുള്ള ഒരു കുബുദ്ധിയായിരുന്നു സതീശൻ തലമുറ മാറ്റം എന്ന് പറഞ്ഞത്. എല്ലാവരും തലമുറ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിൽ നിരവധി താഴേക്കിടയിലുള്ള പ്രവർത്തകർ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളുകൾ അവർക്ക് കടന്നു വരാനുള്ള ഒരു വേദി ഉണ്ടാക്കാനാണ് എന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. സത്യത്തിൽ ഈ തലമുറ മാറ്റം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ മുച്ചൂടും മുടിച്ച് ഒരു തരികിട ടീമിനെ, അതാണ് പറഞ്ഞത് KKച്ചൻ, ടീം KKച്ചൻ, ആ ടീം KKച്ചനിലേക്ക് എത്തിച്ചേർന്നത് അതൊരു ചതിയിലൂടെയാണ്. നല്ല ഉദ്ദേശമെന്ന് കോൺഗ്രസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സതീശൻ സംഘടനയെ കയ്യിലൊതുക്കണം. സംഘടനയെ കയ്യിലൊതുക്കണമെങ്കിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളും ആരും തന്നെ സതീശനെ ഒച്ചാനിച്ച് വെക്കില്ല. സതീശൻ ഇന്ന് ഒരു തമ്പുരാനെ പോലെ എന്നെ ആരാധിക്കുന്നവർ എനിക്ക് ചുറ്റും മതി എന്നുള്ള രീതിയാണ്. അതിനുവേണ്ടി നിരന്തരം ഓരോ ആളുകളെ ആക്ഷേപിക്കുകയാണ്. സതീശൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ അദ്ദേഹം സീനിയർ നേതാക്കന്മാരെ ആക്ഷേപിക്കണ കാണണം. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കും. അയാളുടെ പാരമ്പര്യം ചോദിച്ചാൽ എന്നാൽ ഞാൻ കോൺഗ്രസ്സിൽ ഇന്നത്, അല്ലെങ്കിൽ ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ ഇന്നത്, ഞാൻ KSUവിൽ ഇന്നത്, ഇത് പറയാൻ സതീശനില്ല, മറ്റെല്ലാ നേതാക്കന്മാർക്കുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത്. സീനിയർ എന്ന് പറയുമ്പോൾ സതീശനേക്കാൾ 10-20 വയസ്സ് മൂത്ത ആളുകളല്ല. ഇതെല്ലാം സതീശനുമായിട്ടൊരു 4-5 വയസ്സ് വ്യത്യാസമുള്ളതാണ്. എന്നിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നേതാക്കന്മാർ 70 വയസ്സിന് താഴെയുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം കഴിഞ്ഞു. അപ്പോൾ 78 വർഷത്തിന് മുൻപുള്ള ഏത് നേതാവാണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് സീനിയർ നേതാക്കന്മാരെ അപമാനിക്കുന്നതാണ്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇവൻ്റെ ഈ സതീശന് 62 വയസ്സാണെങ്കിൽ ഇന്ന് എയ്ഡ് സെക്രട്ടറിയായ KC വേണുഗോപാലിന് 63 വയസ്സുള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് 67 വയസ്സുള്ളൂ. ഇവരൊക്കെ തലമുറ മാറ്റത്തിൻ്റെ പേരിലും മാറണമെന്ന് പറഞ്ഞാൽ ആദ്യം മാറേണ്ടത് സതീശനാണ്. 60 കഴിഞ്ഞില്ലേ, ഷഷ്ടി പൂർത്തി കഴിഞ്ഞ ആളുകളാണ് ഈ 3 പേരും. സതീശൻ അങ്ങനെ 26-കാരനും 45-കാരനായിട്ട് മേക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലമുറ മാറ്റത്തിൽ പെടാതെ വരില്ല. തലമുറ മാറ്റത്തിൽ ആദർശശുദ്ധി ഉണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് സതീശനാണ്. ആ സതീശൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സീനിയർ നേതാക്കന്മാരെ ആക്ഷേപിച്ചും മോശപ്പെടുത്തിയും എല്ലാവരും വെട്ടി നിരത്തി കൊണ്ടുവരുന്ന ആളുകളാണ്. ഇപ്പം ഞങ്ങളുടെ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ വെട്ടി നിരത്തിയിട്ട് കൊണ്ടുവന്ന ജില്ലാ കമ്മിറ്റിയുടെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ജില്ലയിലെ നമ്പർ 1 ഫ്രോഡാണ്. നമ്പർ 1 ഫ്രോഡാണെന്ന് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കണത്. അദ്ദേഹം 2014 ചെയ്തൊരു സംഭവം പറയുകയാണെങ്കിൽ എന്താണ് എറണാകുളം ജില്ലയിലെ നേതാക്കന്മാരുടെ ക്യാരക്ടർ എന്ന് മനസ്സിലാവും. 2014 എറണാകുളം ജോസ് ജംഗ്ഷനിൽ ഒരു ഹോട്ടൽ പൊളിക്കാനുള്ള ഒരു കൊട്ടേഷൻ എടുക്കുകയാണ്. ഒരാളൊരു ഹോട്ടൽ, പഴയ ഹോട്ടൽ, അത് അവിടെ ഉള്ള ആളുകൾ ഒഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ കൊട്ടേഷൻ 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തിട്ട് അത് പൊളിക്കുന്ന ദിവസം അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറിൽ ഇടപെടാതിരിക്കാൻ
അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 15, ഈ മണ്ടന്മാരെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ അയച്ച് 35 ലക്ഷം രൂപ അവരെടുത്ത് രാത്രി അന്ന് രാത്രി ഇത് പൊളിക്കുന്നതാ മെട്രോൻ്റെ തൊഴിലാളികൾ. അന്ന് മെട്രോ വരുന്ന സമയമാണ്, മെട്രോൻ്റെ പണി നടക്കുന്ന സമയമാണ്. മെട്രോ തൊഴിലാളികളുടെ യൂണിഫോം ഇട്ടിട്ടാണ് വന്നിട്ട്. അപ്പോൾ ജനങ്ങൾ കരുതുന്നത് എന്താണ്, ഇത് മെട്രോക്ക് വേണ്ടി പൊളിക്കുകയാണെന്നാണ്. സത്യത്തിൽ ഇത് കൊട്ടേഷൻ പരിപാടിയായിരുന്നു. അതേപോലെയുള്ള ക്രിമിനൽ മനോഭാവവും ഈ DCCയുടെ ഇന്നത്തെ മുഖ്യനാണ് ഈ മെട്രോ തൊഴിലാളികളുടെ വേഷമിട്ട്, ഈ കൊട്ടേഷൻ, അതായത് ഈ മെട്രോ തൊഴിലാളികളുടെ വേഷമിട്ട് ഈ പണിക്ക് നേതൃത്വം കൊടുത്തവിടെ ഇറങ്ങി നിന്നത്. അതെ അതെ അതെ, ഇന്ന് ഈ DCCയുടെ ചുമതല വഹിക്കുന്നത്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ, ഇന്ന് ഈ കേക്കച്ചൻ ടീം കേക്കച്ചൻ എന്ന് പറയുന്ന ഈ ഒരു ഉപജാപക വൃന്ദത്തെ ഇദ്ദേഹത്തെ ആരാധിക്കുന്ന കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരെ ബഹുമാനിക്കുന്നവരോ അറിയുന്നവരോ അല്ല, ഈ കേക്കച്ചനെ ആരാധിക്കുന്നവരുടെ ഒരു ശൃംഖലയാണോ ഇയാൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും VD സതീശൻ നോക്കുന്ന ഈ തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ട് ഒരാളും പാരമ്പര്യമുള്ള ആളുകളല്ല കടന്നു വരുന്നത്. അവരൊക്കെ ഇന്നലകളിൽ എവിടെ നിന്നോ കടന്നു വന്ന പോലെ ഒരു കാറ്റഗറി ഇല്ല. ഇപ്പോൾ വയ്ക്കുന്ന ആളുകൾക്കൊന്നും ഒരു കാറ്റഗറി ഇല്ല. ഇപ്പം മഹിളാ കോൺഗ്രസ് പിരിച്ചുവിട്ടു. പുതിയതായി പണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? ലതിക സുഭാഷ്. കേരളം മുഴുവൻ അറിയും. അതിനുശേഷം വന്ന ഓരോ ആളുകളെയും അറിയുമായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഓരോ വോട്ട് കിട്ടിയ ആളാണ്. അയാൾ പിന്നീട് എന്തൊക്കെയായി? ഇതെല്ലാം ഈ ടീം കേക്കച്ചൻ്റെ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിനെ എന്തെന്നാ പറയണ, കോൺഗ്രസിനെ വ്യഭിചരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു വാക്കാണ് നല്ലത്. കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല നേതാക്കന്മാരെ വെട്ടിനിരത്തി. കേരളത്തിൽ വെച്ചേക്കണം മഹിളാ കോൺഗ്രസ്സിൽ വലിയൊരു ശതമാനം അങ്ങനെ വലിയ പാരമ്പര്യമില്ല. അതിലൊരു ഭാഗം മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതിലൊരു പ്രധാന ചുമതല വഹിക്കുന്ന പെണ്ണ് ലിവിങ് ടുഗദറായിട്ട് താമസിക്കണം. എറണാകുളം ജില്ലയിൽ KPCCയിൽ വെച്ചേക്കുന്ന ഒരു വനിതയെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അതിലും മോശമാണ്. ഞാൻ പണ്ട് കേട്ട ഭർത്താവല്ല ഇപ്പോൾ ഉള്ള ഭർത്താവ്. കല്യാണം എത്ര വേണമെങ്കിലും കഴിച്ചോട്ടെ, പക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതേപോലെ കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകൾ, സമൂഹത്തിന്റെ മുന്നിൽ മാന്യതയില്ലാത്ത ആളുകൾ. അതുപോലെ ഈ മാധ്യമങ്ങളുടെ ചുമതലയായിട്ട് ഒരു ഒരുക്കി കെട്ടി ഒരു ലേഡിയെ നിർത്തിയിട്ടുണ്ട്. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം ആ യുവതി എത്രയോ വിവാഹങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അവരെക്കുറിച്ചും ഇപ്പം കേരളത്തിൽ അവർക്ക് മാധ്യമത്തിൻ്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കച്ചന് വേണ്ടി മറ്റേ പാടിപ്പൊഴുത്തുന്ന പണ്ട് പാണന്മാരെ നമ്മൾ കേട്ടിട്ടില്ലേ? രാജാക്കന്മാരെ കുറിച്ച് പാട്ടുപാടി നടക്കുന്ന ആൾ. അതേപോലെയുള്ള പാണന്മാരെ രാത്രിയാകുമ്പോൾ ചാനൽ ചർച്ചയിൽ കൊണ്ടുവരാനുള്ള ചുമതലയാണ് ഈ വനിത ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്ന നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ വക്താവിനെ വിടുന്നത്? ഇപ്പോഴത്തെ CPM ഭരണത്തിനെതിരായി കോൺഗ്രസിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഭരണത്തെ വിമർശിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. അവിടെ നടക്കുന്നത് VD സതീശൻ അതാണ്. VD സതീശൻ ഇത് ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ചർച്ചയായിട്ട് കേരളത്തിൽ മറ്റേ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകർ മാറി. അതായത് പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ കേക്കച്ചനോടും ടീമിനോടൊപ്പം ഒരുങ്ങി അണിഞ്ഞു നിൽക്കുന്ന ഒരു യുവതിയുണ്ട്. ഇവരെക്കുറിച്ചാണ് ഇത് പറയുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അധികം അറസ്റ്റിലായ ഇവർ നിരവധി വിവാഹ തട്ടിപ്പിൽ ഓരോ ദിവസവും ഓരോ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ നിരവധി വിവാഹങ്ങൾ കഴിച്ച് ചെക്ക് കേസിലെ തട്ടിപ്പിലെ പ്രതി, നിരവധി അങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരുക്കി കെട്ടി നിർത്തിയാണ് ഇവന്മാരുടെ ഇടയ്ക്ക് നിൽക്കുന്നത്. ഇവന്മാരോട് ഒട്ടി നിൽക്കുന്ന അവരെ നിങ്ങളിനി ശ്രദ്ധിക്കുക. ഈ കേക്കച്ചനോട് മുട്ടി ഉരുമി നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇവരെ മുന്നിൽ നിർത്തിയാണ്, ഈ പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തിയാണ് ഇവൻ സകല പണികളും ഈ നാറിത്തരങ്ങൾ ഇവൻ ചെയ്തേക്കുന്നത്. ഇവൻ്റെ മുന്നിൽ നിർത്തി മാധ്യമങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവർ നോക്കുക. ഇവരടുത്ത ഇപ്പം നമ്മുടെ സരിതാ വിവാദത്തിലൂടെ വന്ന പോലെ അടുത്ത ഒരു കുപ്രസിദ്ധയാകാനുള്ള ഒരു ലേഡിയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരെ വെച്ചാണ് പല മാധ്യമപ്രവർത്തകരും ആ കെണിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇവരെ ഇരയായിട്ട് മുന്നിൽ നിർത്തിയാണ് കേക്കച്ചന് അനുകൂലമായ പ്രവർത്തനങ്ങളും പരിപാടികളും മീഡിയ കോർഡിനേഷൻ അല്ലെങ്കിൽ മീഡിയ സെല്ലിൻ്റെ ചുമതല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നത് ഇവരെയാണ്. ജാഗ്രത, അടുത്തത് പെടാൻ പോകുന്നത് ഓരോ മാപ്രകളുമാണെന്ന് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ കേക്കച്ചൻ്റെ ടീമിലെ മറ്റ് കളങ്കിതർ വേറെ ആരൊക്കെയാണ്? ഒരു ഉദാഹരണത്തിനെടുത്താൽ എറണാകുളം
സതീശൻ്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരികിടകൾക്കും നിൽക്കുന്ന ആളുകളാണ്. പണ്ടൊക്കെ കോൺഗ്രസ്സിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ഭയപ്പാടാണ്, പേടിയാണ്. ഇന്നതല്ല. ഇന്ന് തെറ്റ് ചെയ്യുന്നവനും കൊല്ലായ്മ ചെയ്യണവരും അഴിമതിക്കാരനും പെണ്ണോടി നടത്തുന്നവനെയൊക്കെയാണ് കേക്കച്ചൻ്റെ അടുത്ത് അംഗീകാരം. ഇപ്പോൾ DCC ഓഫീസിൽ ഒരു പെണ്ണ് DCC ഓഫീസിൽ ഒരു പെണ്ണ് വന്ന സമയത്ത് അവിടെ ഒരു സേവാദളിൻ്റെ ജില്ലാ ചെയർമാൻ കേക്കച്ചൻ്റെ വലം കൈയാണ്. അയാൾ കയറി അയാളുടെ മാറിടത്തിൽ കയറി പിടിച്ചിട്ട് ചെറുതാണല്ലോ എന്ന് പറയുന്നു. ആ പെണ്ണ് പരാതി കൊടുത്തിട്ട് DCCക്ക് ആദ്യം പരാതി കൊടുത്തു. ആ പരാതി DCC പരിഗണിച്ചില്ല. അവസാനം ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. എന്നിട്ട് അന്നത്തെ സേവാദൾ എന്താണ് രാജു കല്ലുമടത്തിൽ എന്ന് പറഞ്ഞവനാണ് അവിടുത്തെ സേവാദളിൻ്റെ ജില്ലാ ചെയർമാൻ. അവനാണ് ഈ DCC ഓഫീസിൽ വെച്ച് ഒരു സ്ത്രീയോടല്ല, അവൻ നിരവധി സ്ത്രീകളെ അവിടെ, ഇതെല്ലാം ഇവൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ മാമാപ്പണി പറയാം. സേവാദളിലെ ചെയർമാന് മാമാപ്പണി എന്ന് പറയാം. അവിടെ വരുന്ന വനിതകളെ നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ചുമതലയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ അവരുടെ ക്യാരക്ടർ മോശമാണെങ്കിൽ നിന്ന് കൊടുക്കും. അങ്ങനെ ഒരു പെണ്ണിനെ ഇതേപോലെ കയറി മാറിടത്തി പിടിച്ച് പ്രശ്നമായി. പക്ഷെ അവനിപ്പോഴും ആ ചുമതല വഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറാണ് ഞാൻ പറയണത്. കേക്കച്ചൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു കൾച്ചർ അത് തന്നെയാണ് കേരളം മുഴുവനും. ഇവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്ഷേപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം മോശമായതുകൊണ്ടല്ല. രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും VD സതീശൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പാവകളായിരിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വെട്ടി നിരത്തിയതാണ്. അതിലൊരു ആദർശവും ഇല്ല. ഈ അതിനുവേണ്ടി ഉപയോഗിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ ചിലപ്പോൾ പല പേരുകളും പല ആരോപണങ്ങളും ഉണ്ടാകാം. അത് എന്തായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും വളരെ രൂക്ഷമായ രീതിയിലേക്കാണ് ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. സതീശൻ്റെ വാക്ക് കേട്ടിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാർ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ വാക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ ഈ കോൺഗ്രസ് വീണ്ടും നശിക്കാനുള്ളൊരു സാഹചര്യമാണ് VD സതീശൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സമൂഹ മാധ്യമത്തിൽ അവമാനിച്ചു വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടിയെ ഇപ്പോഴും നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തേണ്ട അവസ്ഥയാണ്. ഞാൻ ഇനിയും പലതും വിളിച്ചു പറയും. ആ ഒരു പെണ്ണാണ്, ആ പെണ്ണ് സത്യം തന്നെ മുഴുവൻ വിളിച്ചു പറയണമെന്നില്ല. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിച്ചേക്കണ കാര്യമില്ലേ, രാഹുൽ മാങ്കൂട്ടം പറയുന്നതാണ് ഞാൻ അവളുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമാണ്, അവളെന്നെക്കുറിച്ച് അങ്ങനെ പറയില്ലെന്നാണ് എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ സതീശൻ ക്രിയേറ്റ് ചെയ്ത് പറയിപ്പിച്ചേക്കനാണ്. അല്ലെങ്കിൽ രാഹുൽ അങ്ങനെ പറയുമോ? ആ പെൺകുട്ടിയായിട്ട് ഞാൻ ഇന്നും നല്ല സൗഹൃദമാണ്, ഒരു മോശം ബന്ധം ഞങ്ങൾ തമ്മിലില്ല, ആ കുട്ടി എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല എന്നാണ് രാഹുലിൻ്റെ ആദ്യത്തെ ഭാഷയും. ഇതായത് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കേക്കച്ചനാണ് ഏറ്റവും പെട്ടത്. കാരണം ഇപ്രകാരം ഒരു ഓപ്പറേഷൻ നടത്തി ഇവരെ കൊണ്ട് ഇപ്രകാരം ഒരു ആരോപണം നടത്തിച്ചു, ഇതൊരു വിവാദമായി. ഇതിപ്പോൾ ഇതിനകത്ത് കാമ്പും കഴമ്പും ഇല്ലെന്ന് മനസ്സിലായി. ഇത് ജനങ്ങൾ ഇത് തള്ളിക്കളഞ്ഞു, ഇത് ഒന്നുമല്ലാതായി. ഇനിയും പെടാൻ പോകുന്നത് കേക്കച്ചനാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ നമുക്കറിയാം ഇയാൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇയാളോട് പറയുകയാണ് ഇവർ ചെന്ന്, ഡേ കേക്കച്ച, നീ പറഞ്ഞിട്ടാണ് ഇപ്രകാരം ഒരു ആരോപണം ഞാൻ നടത്തിയത്, താങ്കൾ പറഞ്ഞിട്ടാണ് എന്ന് ഇവൾ പറയുമെന്ന് പറഞ്ഞാൽ ഈ കേക്കച്ചൻ എന്ത് ചെയ്യും? ഇവൻ 10 അല്ല 50 കോടി ഇപ്പോൾ പറയുവാണ് എനിക്കിത് അങ്ങനെ, അല്ലെങ്കിൽ ഞാനിത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഒരു 50 കോടി വേണമെന്ന് പറഞ്ഞാൽ ഇവൻ പെട്ടുപോകില്ലേ? അതുകൊണ്ട് ഈ കേക്കച്ചന് വരാനുള്ള ബൂമറാങ് ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇയാൾ ഇനിയും കിടന്നാൽ ഉറങ്ങാത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം ഇത് ടീം UDF അല്ല, ഇത് ടീം കേക്കച്ചനാണ് എന്നതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ്. അതായത് എറണാകുളം DCCയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഉപജാപക വൃന്ദങ്ങൾ ഇതുപോലെ കൊട്ടേഷൻ, DCCയുടെ മുഖ്യ പദവിയിൽ ഒരു കൊട്ടേഷൻ നേതാവ്, മാധ്യമങ്ങളുടെ ചുമതലയുമായിട്ട് ബന്ധപ്പെട്ട ഇതേപോലെ നിരവധി വിവാഹങ്ങൾ നടത്തി, ഈ വിവിധ ചെക്ക് കേസിൽ പ്രതി, ഇമ്മോറൽ സംഭവങ്ങളിൽപ്പെട്ട നാറ്റക്കേസിൽപ്പെട്ട ഒരാളെ മീഡിയകളുടെ കോർഡിനേറ്ററാക്കി വെക്കുന്നു. ഇതുപോലെ ഓരോരോ പദവികളിലും ഇതുപോലെ കളങ്കിതരും
ഇമ്മോറൽ ട്രാഫിക്കിലെടുത്ത് അകത്തിടാവുന്ന സൈസ് ആളുകളെയും വെച്ചുകൊണ്ടുള്ള ഒരു അളിഞ്ഞ ടീം കേക്കച്ചൻ ടീമാണ്. ഇതിനെ യു ഡി എഫുമായിട്ട് എന്ത് ബന്ധം? ഇതിനെങ്ങനെ ടീം യു ഡി എഫ് എന്ന് വിളിക്കാൻ പറ്റും? യു ഡി എഫിലെ ഘടകകക്ഷികൾ ചിന്തിക്കുക, ഇത് നിങ്ങൾക്കൂടെ നാണക്കേടാണ്. ഇവൻ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞ് ഈ വൃത്തികെട്ടവൻ്റെ ഒരു ടീമിൻ്റെ ഭാഗമാണോ യു ഡി എഫ് എന്ന് ആലോചിക്കണം. അന്നേരം ഇതാ യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ തന്നെ അന്തസ്സും ആഭിജാത്യവും കളയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. അത് കൂടുതലൊന്നും കേരളം മുഴുവൻ നോക്കേണ്ട ആവശ്യമില്ല. എറണാകുളം DCC മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് അവിടെ ഇരിക്കുന്നവർ ആരൊക്കെയാണ്, ഇപ്പോൾ ഇരിക്കുന്നവർ ആരാണ്, അതുപോലെ ആ DCC ഓഫീസിന് ചുമതലക്കാരനായിട്ടുള്ള താരകേശൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞത് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ഒരു എപ്പിസോഡ് വരുന്നുണ്ട്, അതിൽ ഞങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കാം. അന്ന് ആ ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്തി ആ സ്ത്രീയെ കൊണ്ടുവന്ന് അവിടെ നടത്തിയ പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് കൈവെക്കും. ഈ നാണം കെട്ടവനാണ് ഇന്ന് രാഹുലിനെതിരെ ആദർശശുദ്ധിയുടെ പേരിൽ ഇപ്രകാരം നടപടിയെടുത്തത് എന്ന ആ വിരോധാഭാസമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്ന കോൺഗ്രസ് പ്രവർത്തകരെ, ഇവൻ്റെ സൈബർ പോരാളികളും പറയുന്നത് ITV ന്യൂസ് നടത്തുന്നത് ഇത് ഒരു കോൺഗ്രസിനെ നശിപ്പിക്കുവാനുള്ളൊരു എഫേർട്ടാണ്, ഇത് UDF തകർക്കുവാനുള്ളൊരു ലക്ഷ്യമാണ്, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ അതല്ലെങ്കിൽ BJPയുടെയോ മറ്റേതെങ്കിലും സംഘടനകളുടെ പണം മേടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണം മേടിച്ചുകൊണ്ട് നടത്തുന്ന PR എക്സസൈസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അല്ല, ഇത് രാഹുലിനെ വെളുപ്പിക്കുവാനുള്ളൊരു യജ്ഞമല്ല. കാരണം ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഈ പിണറായി ഭരണത്തിൽ മനം മടുത്ത ഈ 3.5 കോടി ജനങ്ങളുടെ ആ ഒരു നിശബ്ദമായ ഒരു കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിൽ ഞങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നു. ഈ നാറിയ ഭരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു അവസരമാണ് അടുത്തത്. അതിലുള്ള ഒരു ഏക പ്രതീക്ഷ UDF ആണെന്ന് കരുതിയിരിക്കുന്ന ജനകോടികളുടെ മനസ്സിൽ തീ കോരിയിടുന്ന ഈ നാണം കെട്ട പണി ചെയ്യുന്ന ഈ കേക്കച്ചനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാളുമായി മുന്നോട്ട് പോയാൽ അപകടത്തിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടക്കമുള്ള വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വീണ്ടും നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങും. 2016-ഉം 2021-ഉം ഇവിടെ വീണ്ടും ആവർത്തിക്കും. ഇത് ഈ നാണം കെട്ടവന്മാർക്ക്, ഈ കേക്കച്ചനോ ഇവനോ ഒന്നും പോകില്ല. കാരണം ഇവൻ്റെ ഒരു 100 തലമുറകൾക്ക് വെറുതെ ഇരുന്ന് തിന്നുവാനുള്ളത് ഈ കള്ളക്കമ്മട്ടങ്ങളുടെ കമ്മീഷൻ മേടിച്ചും ഈ നാണം കെട്ട ഈ പണി നടത്തിയും ഇവൻ ഉണ്ടാക്കി, ഇവനോടൊപ്പമുള്ളവർ ഉണ്ടാക്കി. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്, അവർക്ക് വേറൊരു മാർഗമില്ല. അതുകൊണ്ട് 2026-ലെ ഈ തെരഞ്ഞെടുപ്പ് ഈ നാണം കെട്ടവനെ മുന്നിൽ നിർത്തി നയിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത പരാജയമായിരിക്കും. അതുകൊണ്ട് ഇവൻ പരാജയപ്പെടുന്നത് വരെ, ഇവൻ്റെ കെട്ടിവെച്ച പണം നഷ്ടപ്പെടുന്നത് വരെ, ഞങ്ങൾ പറഞ്ഞു VD സതീശൻ എന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഇവൻ കാണിക്കുന്ന ഈ നാറിത്തരത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കും, അത് തുറന്നു കാണിക്കും. അത് ഈ പ്രസ്ഥാനത്തെ, ഈ കോൺഗ്രസിനെ നെഞ്ചിലേറ്റുന്ന പ്രവർത്തകർ മനസ്സിലാക്കുക, നിങ്ങൾ സത്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ള 45 വർഷത്തോളം ഈ പ്രസ്ഥാനത്തിൽ ഇതിൻ്റെ സകല ചൂടും ചൂരും അറിയാവുന്ന ഒരു നേതാവാണ്, ഒരു യുവ നേതാവാണ്, എറണാകുളത്തെ തന്നെ പ്രമുഖനായ ഒരു നേതാവാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി പദവി വഹിച്ച, എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായിട്ടും നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകളാണ്, സത്യങ്ങളാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ചെവി തുറന്നത് കേൾക്കുക, ഇത് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് ഇദ്ദേഹത്തോട് വ്യക്തിപരമായ വിരോധമില്ല. ഇതൊരു PR ക്യാമ്പയിൻ അല്ല, ആരെയും വെളുപ്പിക്കാനോ ന്യായീകരിക്കുവാനോ ഉള്ള ഒരു ശ്രമമല്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലൊരു കളങ്കിതൻ 1-2 പ്രാവശ്യമല്ല, 2016 നമ്മുടെ മുന്നിലുണ്ട്, 2021, 2026-ൽ ഇത് ആവർത്തിക്കാൻ പോകുന്നു. ഇത് കണ്ട് ഈ 2016-ഉം 2021-ഉം ഇനി ആവർത്തിക്കുമെന്ന ഭയത്താലാണ് ഞങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട്, ഒരുപക്ഷെ അരോചകമായി തോന്നിയേക്കാം, വേറെ വാർത്തകളില്ലേ, വേറെ വിഷയങ്ങളില്ലേ, 1000 വിഷയങ്ങളുണ്ട്, അത് പറയാൻ ഇവിടെ 1000 ചാനലുകളുമുണ്ട്. പക്ഷേ ഈ വിഷയം പറയുവാൻ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ പിന്നാലെ വിടാതെ ഞങ്ങൾ ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒപ്പമുണ്ടാവണം. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ, ഈ അധമനല്ല. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്, നമുക്ക് പോകേണ്ടുന്ന ദൂരം വളരെ വലുതാണ്, നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായിയുടെ ദുർഭരണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഈ നിലവിലെ അവസ്ഥയിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനമാണ്. പക്ഷേ ഈ കളങ്കിതൻ ഇവനെ മുന്നിൽ നിർത്തി നയിച്ചാൽ, ഈ കള്ളനെ മുന്നിൽ നിന്ന് നയിച്ചാൽ കനത്ത പരാജയം ഏറ്റുവാങ്ങും. ജനങ്ങൾ ഓർക്കും, ഇവനേക്കാളും ഈ വൃത്തികെട്ടവനേക്കാളും എന്തുകൊണ്ടും ഭേദം പിണറായി തന്നെയാണ്, പിണറായിയുടെ ദുർഭരണത്തിൽ കഴിയുന്നതാണ്. അതാവുമ്പം ഒരു കള്ളനെ മാത്രം പേടിച്ചാൽ മതിയല്ലോ എന്ന് അവർ വീണ്ടും കരുതും. അത് അപകടമാണ് എന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു പരമ്പര കണ്ടിന്യൂ ചെയ്യുന്നത്. മിഷൻ 60യുടെ 44-ാം ദിനത്തിൽ ഈ കേക്കച്ചൻ അനാവരണം തുടരും. നന്ദി, നമസ്കാരം.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.